The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. I think you all enjoyed your puja holidays and you are preparing for your exam. First of all the best for your exam. Okay, today we are going to begin a new chapter, that is money and banking. Money and banking. Can you imagine a world without money? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഒരു മണി ഇല്ലാത്ത, ക്യാഷ് ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച്? സോ യു നോ ദാറ്റ് വി കനോട്ട് ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് മണി, isn't it? But years ago we have a world without money, that is known as barter system. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും barter system എന്ന് പറയുന്നത്. But modern economy is based on money. Whatever is taking place, everything is depends upon ക്യാഷ് ഓർ മണി. ഇപ്പോൾ എന്ത് ആക്ടിവിറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഒരു സോഴ്സ് എന്ന് പറയുന്നത് ക്യാഷാണ്, മണിയാണ്, അല്ലേ? നമുക്ക് മണി ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് മണി, ആരാണ് മണി സപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ജനങ്ങൾ മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബാങ്ക്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം വാട്ട് യു മീൻ ബൈ ബാർട്ടർ സിസ്റ്റം. നമ്മൾ പറഞ്ഞു ഈ മണി ഇല്ലാത്തൊരു വേൾഡ് ഉണ്ടായിരുന്നു, അതിനെയായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? ദ സിസ്റ്റം ഇൻ വിച്ച് കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ് ആർ കോൾഡ് ബാർട്ടർ സിസ്റ്റം. It is known as CC economy. Barter system suffers from following limitations. അല്ലേ? ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെന്നാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. എക്സ്ചേഞ്ചിങ് കമ്മോഡിറ്റി ഫോർ കമ്മോഡിറ്റി, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം എക്സ്ചേഞ്ചിങ് വാട്ട് റൈസ് ടു ബൈ ക്ലോത്ത്, അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? റൈസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട് റൈസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ടു പർച്ചേസ് ക്ലോത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റൈസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അതിനെയാണ് എന്ത് പറയുന്നത്? ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഹാസ് സം ലിമിറ്റേഷൻസ്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോണ്ട്. Lack of double coincidence of want means, for example, if I am purchasing cloth by selling rice, അല്ലേ? ഇതേപോലെ തന്നെ വേറൊരാൾക്ക് എന്ത് വേണം? റൈസ് ഡിമാൻഡ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് റൈസ് സെല്ല് ചെയ്തിട്ട് ക്ലോത്ത് വാങ്ങാൻ പറ്റുള്ളൂ. ആ ആള് റൈസിന് പകരം വേറെ എന്തെങ്കിലുമാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിലോ അവിടെ പറ്റുമോ? അപ്പോൾ കോയിൻസിഡൻസ് ഇല്ല, ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ടാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്താണ്, ഒന്നിലധികം ആവശ്യങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലേ? നമ്മൾക്ക് ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഒന്നിലധികം ആവശ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നിറവേറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താണ്, ആവശ്യങ്ങൾ കൂടുതലായി വരുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ ബാർട്ടർ സിസ്റ്റം കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ, അല്ലേ? ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് വെച്ച് വേറൊരു ഗുഡ്സ് ആൻഡ് സർവീസസിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. 1 kg റൈസും അതേപോലെ തന്നെ 1 kg ആപ്പിളിനും ഒരേ വാല്യൂ തന്നെയാണോ ഉള്ളത്? അല്ല, ഇറ്റ്സ് ഡിഫറൻറ്റ്. വാല്യൂ ഈസ് ഡിഫറൻറ്റ്. അവിടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻറ്റ് ആവുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ലാത്ത അവസ്ഥ, ദാറ്റ് ഈസ് വാട്ട് നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം. The next one is standard of deferred payment. That means it includes the future payments.
അതായത് നമുക്ക് ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാധനം വാങ്ങി നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐ വിൽ പേ ഇൻ ഫ്യൂച്ചർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, എനിക്കിത് തരുമോ, ഞാൻ നിങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് എമൗണ്ട് റീപേ ചെയ്യാം അല്ലേ, എമൗണ്ട് പേ ചെയ്യാം എന്ന് പറയും. പക്ഷേ ബാർട്ടർ സിസ്റ്റത്തിൽ അതുപോലെ പറയാൻ പറ്റുമോ? മോസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റീസ് ആർ നോൺ ഡ്യൂറബിൾ വൺസ് അല്ലേ. നമ്മളിപ്പോൾ ഡ്യൂറബിൾ കമ്മോഡിറ്റീസ് ഒക്കെ അന്ന് കാലത്ത് വളരെ കുറവാണ്. ഈ എല്ലാ കമ്മോഡിറ്റീസും നോൺ ഡ്യൂറബിൾ ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഇത് തരും, ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് അത് തരാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫ്യൂച്ചർ പേയ്മെൻറ്റിനൊരു പ്രശ്നം വന്നു. ദിസ് ഇസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം. The next one is lack of store of value. That is, it is very difficult to store the wealth അല്ലേ. നമുക്ക് ക്യാഷ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്തു വെക്കാൻ പറ്റും അല്ലേ. വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പണ്ട് കാലത്തൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പെട്ടികളിലൊക്കെ ആയി സൂക്ഷിച്ച് വെക്കാറുണ്ട് അല്ലേ, ഒരു ബോക്സിലൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ അത് കമ്മോഡിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിലോ നമുക്ക് എത്ര കാലം അത് എടുത്തു വെക്കാൻ പറ്റും. റൈസ് തന്നെ എത്രയാണ്, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് കേട് സംഭവിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സ്റ്റോർ ഓഫ് വാല്യൂ ഇല്ലാത്ത അവസ്ഥ വന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഫിക്കൽറ്റി ടു ക്യാരി ദ ഗുഡ്സ് അല്ലേ. നമുക്ക് ചില ഗുഡ്സുകളൊക്കെ നമ്മൾ ഗുഡ്സിന് പകരം ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിലും ചില ഗുഡ്സുകളൊക്കെ എന്താണ്, നമുക്ക് വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ക്യാരി ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്താണ് ബാർട്ടർ സിസ്റ്റം? ഒരു മണി എക്കോണമി വരുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ദ കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റി അല്ലേ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ബാർട്ടർ സിസ്റ്റം കൊണ്ട് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, അതുപോലെ തന്നെ കോമൺ മെഷർ ഓഫ് വാല്യൂ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് ഡിഫിക്കൽറ്റി ടു ക്യാരി ദ ഗുഡ്സ്. ഇതൊക്കെ എന്താണ്, നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ ലിമിറ്റേഷനെയൊക്കെ മറികടന്നുകൊണ്ടാണ് എന്ത് വരുന്നത്, ക്യാഷ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. സോ വാട്ട് ഈസ് മണി? എന്താണ് ക്യാഷ്? സി, ഡിഫറെൻറ്റ് എക്കണോമിസ്റ്റ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ റിഗാർഡിങ് ക്യാഷ് ഓർ മണി അല്ലേ. മണിയുടെ ഡെഫിനിഷനെ കുറിച്ച് ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഈസ്, ദ ഫസ്റ്റ് വൺ ഈസ്, money can be defined as anything that is generally acceptable as a means of exchange and that at the same time act as a measure and store of value. മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം, എല്ലാവരുടെയും ഒരുപോലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഇനി എന്താണ്, ദറ്റ് ഹാവ് ദ മീൻസ് ഓഫ് എക്സ്ചേഞ്ച്, അത് എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ദെൻ മെഷർ ആൻഡ് സ്റ്റോർ ഓഫ് വാല്യൂ അതിന് ഉണ്ടായിരിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രൊഫസർ വോക്കർ, മണി ഈസ് വാട്ട് മണി ഡസ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, മണി ഈസ് വാട്ട് മണി ഡസ്. എന്താണോ ക്യാഷ് ചെയ്യുന്നത് അതാണ് ക്യാഷ് എന്നാണ് പറയുന്നത്. മണി ഈസ് വാട്ട് മണി ഡസ് എന്നുള്ളത്. സോ നമ്മളുടെ ബാർട്ടർ സിസ്റ്റത്തിലെ ഡീമെറിറ്റ്സിനെ അല്ലെങ്കിൽ ലിമിറ്റേഷനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത് പറയുന്നത്, ക്യാഷ് വരുന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് മണി. ഫങ്ഷൻസ് ഓഫ് മണി, മണിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മണി, see, the functions of money can be classified into 3, that is primary function, secondary function and contingent functions. Okay, നമുക്ക് 3 ഫംഗ്ഷൻ ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് കണ്ടിജന്റ് ഫംഗ്ഷൻ. Among them, it is the first one is primary function of money. Primary function of money. That is, the first one is medium of exchange. The most important function of money is medium of exchange. എന്താണ്, to purchase goods and services അല്ലേ. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്കറ്റിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിയായി പർച്ചേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മണി. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെഷർ ഓഫ് വാല്യൂ. മെഷർ ഓഫ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് എന്താണ്, ഈ ക്യാഷ് വെച്ചിട്ട് ഗുഡ്സിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഗോൾഡും അതേ സമയത്ത് സിൽവറും ഉണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഗോൾഡും ഡയമണ്ടും ഉണ്ട്. ഇതിന് ഏതിനാണ് വാല്യൂ കൂടുതൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, ബൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാഷ് ഓർ മണി അല്ലേ. മണി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതിനാണ് വാല്യൂ കൂടുതൽ ഏതിനാണ് വാല്യൂ കുറവ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് സെക്കൻഡറി ഫങ്ഷൻസ്. എന്താണ് സെക്കൻഡറി ഫങ്ഷൻസ് നോക്കാം.
Among them, the first important one is store of value. Store of value, that is money act as a store of value, money being the most liquid of all assets in the convenient form in which store wealth. Thus money is used to store wealth without causing deterioration. For example, currency and note held by the public ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സ്റ്റോർ ഓഫ് വാല്യൂ ഉണ്ട്. നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതിനൊരു വാല്യൂ ഉണ്ട്. ഇല്ല നമ്മൾ 10,000 rupees നമ്മൾ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓരോ മാസത്തിൽ എന്ത് ചെയ്യും, പലിശ കയറിക്കൊണ്ടേയിരിക്കും, ഇൻട്രസ്റ്റ് കയറിക്കൊണ്ടേയിരിക്കും. അതാണ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ വെക്കുകയാണ് കറൻസിയും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ട്, അതിന് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ദ സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് മണി. The next one is standard of deferred payments. Standard of deferred payment എന്ന് പറഞ്ഞാൽ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ പറഞ്ഞ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് എന്നാണ് പറഞ്ഞു. ഇവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ്, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭാവിയിൽ ഇതിന് പേ ചെയ്യാൻ പറ്റും. നമ്മളൊരു കമോഡിറ്റി വാങ്ങുകയാണ്, ഐ വിൽ പേ ഇൻ ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഇത് തിരിച്ച് തരുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് തരുന്നതായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. നമ്മൾ ലോൺ എടുക്കുക അല്ലെ, ബാങ്കിൽ പോയി ലോൺ എടുത്തു, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ലോണ് റീപേ ചെയ്യും എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ അല്ലേ. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്നും വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ട്, ഒരു വാല്യൂ അല്ലേ. അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ കമ്മോഡിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സൻ്റെ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലേ, നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഈ സെക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പായി വന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ of money. Okay, these are the important secondary functions. These are the important secondary functions. The next one is contingent functions. Contingent functions. The first one is basis of credit. It is with the development of money market, the credit market began to flourish. All credit in the modern economy are in terms of money. Like credit നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും ഈ ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ക്രെഡിറ്റ് മാർക്കറ്റ് ഒക്കെ ഇറ്റ് ഇസ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിനെ അല്ലെങ്കിൽ മണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് അല്ലേ. നമ്മൾക്ക് എന്ത് ക്രെഡിറ്റബിലിറ്റി ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യാഷ്. അതിനെന്തിനാണ്, ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ദാറ്റ് ഈസ് നാഷണൽ ഇൻകം ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് അല്ലേ. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും എന്ത് സഹായിക്കുന്നു, ക്യാഷ് സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി. ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈസിലി ചേഞ്ചബിൾ അല്ലേ. ഇറ്റ് ഈസ് ഈസിലി ചേഞ്ചബിൾ വെൻ വി ആർ കമ്പയറിംഗ് ടു ഗോൾഡ് ഓർ ലാൻഡ് അല്ലേ. നമ്മളൊരു ഗോൾഡ് പണയം വയ്ക്കാൻ പോവുകയാണെന്ന് ഇരിക്കട്ടെ അല്ലേ, എത്രമാത്രം പ്രൊസീജിയർ അതിനുണ്ട്. ഒരു ഭൂമി വിൽക്കാൻ പോവുകയാണ്, കുറേ പ്രൊസീജിയർ ഉണ്ട്. അതേ സമയത്ത് നമ്മൾ 1 ലക്ഷം രൂപ വേറൊരാൾക്ക് കടം കൊടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊണ്ട് കൊടുക്കുന്നു അല്ലേ. ഈസിലി എക്സ്ചേഞ്ചബിൾ ആണ്, നമുക്ക് വേഗം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. Okay, that is the liquidity. Next one is guarantor of solvency. Solvency refers to ability of a person to pay his debt. Money guarantee solvency. അതായത് സോൾവൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കടം അടയ്ക്കാനുള്ള കഴിവ് അല്ലേ, തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടെങ്കിൽ that person have an ability to repay the cash അല്ലേ. ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് കടം തിരിച്ച് അടയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണി. ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് മണി 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ ആൻഡ് കണ്ടിജൻറ്റ് ഫങ്ഷൻ. ഇൻ ദാറ്റ് പ്രൈമറി ഫങ്ഷൻ ഇറ്റ് ഈസ് 2 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് that is medium of exchange and measure of value. In secondary function, the important one is store of value, standard of deferred payment and transfer of value അല്ലേ. ഇനി കണ്ടിജൻറ്റ് ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇറ്റ് ഇസ് ദ ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ലിക്വിഡിറ്റി ആൻഡ് ഗ്യാരണ്ടിയർ ഓഫ് സോൾവൻസി. ഓക്കെ, the next topic is demand for money.
നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിമാൻഡ് ഫോർ മണി. എന്തിനാണ് ജനങ്ങൾ ക്യാഷ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്. So demand for money. Money is the most liquid asset compared to other assets like gold and land, etc. Money can be easily converted into goods and services. Because of this liquidity of money, people decide to keep money in their hands. It is called demand for money, or other ways called liquidity preference. മണിയാണ് ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കൺവേർട്ട് ചെയ്യാത്തടത്തോളം കാലം ജനങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ ഒരു സാധനം വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് അത് കിട്ടുന്ന എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ സാധനം വാങ്ങാൻ നോക്കുമോ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് വെച്ച് വാങ്ങാൻ നോക്കുമോ. അപ്പോൾ നിങ്ങൾ ഗോൾഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക, ക്യാഷ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ക്യാഷ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അതുകൊണ്ടാണ് മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് എന്ന് പറയുന്നത് കമ്പയറിങ് ടു ഓൾ അതർ അസറ്റ്. നമ്മളുടെ കയ്യിൽ സ്വത്ത് വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. അതിനെയാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഓക്കെ. While keeping money in our hands, it has an advantage that easily can be converted into other forms. But when we are keeping money in our hands, it has an opportunity cost. That is, instead of keeping money in our hands, if we are depositing in a bank or investing in a financial asset, we will get a rate of interest. So keeping money in hand has an advantage of liquidity and disadvantage of interest for gold. അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നിരിക്കട്ടെ, നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാ പറയുക അല്ലേ. നമ്മൾ ആ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാൻ പറ്റും. ഓക്കെ, അതുണ്ട്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അത് ഇതേ എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ എമൗണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലോ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുമോ. അപ്പം മണി നമ്മുടെ കയ്യിൽ വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ക്യാഷിന്, സോ കീപ്പിംഗ് മണി ഇൻ അവർ ഹാൻഡ്സ് ഹാസ് എൻ അഡ്വാൻറ്റേജ്. നമ്മുടെ കയ്യിൽ വെച്ചാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണ്, ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി ഈസിലി എക്സ്ചേഞ്ചബിൾ അല്ലെങ്കിൽ ചേഞ്ചബിൾ. നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് എടുക്കുന്നു, നമ്മളത് മാർക്കറ്റിൽ പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു, നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ദാറ്റ് ഈസ് വാട്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വെക്കുക എന്നിടത്തോളം ദാറ്റ് ഈസ് നോൺ ആസ് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ്, ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അല്ലേ. നമ്മൾ അതേ സമയത്ത് ബാങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഗോൺ. നമ്മുടെ കയ്യിൽ വെക്കുന്തോറും നമുക്ക് എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല. ഓക്കെ, സോ അക്കോർഡിംഗ് ടു JM കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ പീപ്പിൾ വിൽ ഹോൾഡ് മണി ഫോർ ദ പർപ്പസ് മെയിൻലി ഫോർ 2 പർപ്പസ്. 2 കാര്യങ്ങൾക്കായിരിക്കും ജനങ്ങൾ മണി ഹോൾഡ് ചെയ്യുക, അവരുടെ കയ്യിൽ വെക്കുക. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ട്രാൻസാക്ഷൻ മോട്ടീവ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഇത് രണ്ടും കൂടാതെ വേറൊരു മോട്ടീവ് കൂടിയുണ്ട്, പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയും. അപ്പോൾ മെയിൻലി 3 മോട്ടീവ്സ് ആണുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 ഉള്ളൂ. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഫോർ മണി. എന്തിനാണ് ജനങ്ങൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള 2 മോട്ടീവാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, people hold money to meet their day-to-day expenses or transaction is called transaction motive. In case of individual transaction motive of money depends upon level of income. When income increases, transaction demand for money also increases. സോ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ദ ഡെയിലി എക്സ്പെൻസസ് അല്ലേ. നമ്മളുടെ ദിവസം നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ട്. ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് നമ്മുടെ കയ്യിൽ വെക്കും. അതിനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് ഫോർ മണി എന്ന് പറയുന്നത് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ഇൻകം ആണ്. നമ്മളുടെ ഇൻകം കൂടുന്തോറും, നമ്മളുടെ സാലറി എല്ലാം കൂടുന്തോറും നമ്മുടെ ചിലവും ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, കൂടുന്നതാണ് പറയുന്നത്. സോ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, കൂടുതലാകും. ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ
വാല്യൂ ഓർ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് MD, അതായത് മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ KT, ദാറ്റ് ഈസ് T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ഒരു എക്കോണമിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ആണ്. സോ ഹിയർ K ഈസ് ഈക്വൽ ടു, K എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും, ദറ്റ് ഈസ് MDT ഡിവൈഡഡ് ബൈ T ആണ് അല്ലേ. ഇതാണ് K എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. സി MDT, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഇതെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയാണ്. T ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. എത്രമാത്രം ട്രാൻസാക്ഷൻ നടന്നു എക്കോണമിയിൽ, എത്രമാത്രം ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ T എന്ന് പറയുന്നത്. K ഈസ് ദ പോസിറ്റീവ് ഫ്രാക്ഷൻ ഓർ ഇൻവേഴ്സ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. Kനെ പറയുന്ന വേറൊരു പേരാണ് വെലോസിറ്റി, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് എത്രമാത്രം ആളുകളുടെ കയ്യിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ മോർണിംഗ് അല്ലേ, മോർണിംഗ് ഞാനൊരു കടയിൽ പോയി, ഞാൻ ആ 100 രൂപ കൊടുത്തു അല്ലേ. ആ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ഞാൻ 100 രൂപ കൊടുത്തത്. ഇനി വേറൊരാൾ വന്ന് സാധനങ്ങൾ വാങ്ങി അദ്ദേഹത്തിന് ചേഞ്ച് ആയിട്ട് എൻ്റെ കയ്യിൽ കിടന്ന 100 രൂപ തന്നെ അയാൾക്ക് കൊടുത്തു. അയാൾ തിരിച്ച് ഓട്ടോയിലാണ് പോയത്, ആ 100 രൂപ ഓട്ടോക്കാരന് കൊടുത്തു. ആ ഓട്ടോക്കാരൻ എന്ത് ചെയ്തു, വീണ്ടും അയാൾക്ക് വേണ്ട സാധനങ്ങൾ വേറൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഇതിനെയാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഹൗ മെനി ടൈംസ് മണി ഈസ് സർക്കുലേറ്റഡ് ഇൻ ആൻ എക്കോണമി. എത്രത്തോളം എക്കോണമിയിൽ മണി സർക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. So, velocity of circulation of money is the number of times a unit of money changes hands during a given period of time. എത്രമാത്രം ക്യാഷ് എത്രമാത്രം ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്ത് പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ നമുക്ക് കാണാം. ദറ്റ് ഈസ് MDT അല്ലേ, ദറ്റ് ഈസ് ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷൻ, ദറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു T. ഇത് ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് 1/K MDT അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു T എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ഈ 1/K ആണ് എന്ത് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. സോ V ദാറ്റ് ഈസ് DT ഈസ് ഈക്വൽ ടു ടോട്ടൽ ട്രാൻസാക്ഷൻ അല്ലേ. ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം, ഈ V എന്ന് പറയുന്നത് എത്രമാത്രം എമൗണ്ട് ടോട്ടൽ മണി, എക്കോണമിയിലുള്ള ടോട്ടൽ മണി എത്രമാത്രം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ ട്രാൻസാക്ഷൻ. ഇനി ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ Vയും Tയും, V ആൻഡ് T ആർ നോൺ ആസ് ഫ്ലോ വേരിയബിൾസ്. ഈ വിയും ടിയും എന്താണ്, ഫ്ലോ വേരിയബിൾ ആണ്. ഫ്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചേഞ്ചബിൾ ആണ് അല്ലേ. ട്രാൻസാക്ഷനും ചേഞ്ച് ചെയ്യും, അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് സർക്കുലേഷനും ചേഞ്ച് ചെയ്യും. വേർ ആസ് MDT, that is demand for transaction purpose, is stock variable. From this equation we can say that that is transaction demand for money. ഈ transaction demand for money is പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് കൂടും, മണിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ ട്രാൻസാക്ഷനും കൂടും അല്ലേ. ഇൻകം കൂടുകയാണ്, ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷനും കൂടുതലാകും. ഇൻകം കുറയുമ്പോൾ ട്രാൻസാക്ഷനും കുറയും. അതേ സമയത്ത് MDT അല്ലേ, ഇതും ഈ വെലോസിറ്റിയും തമ്മിൽ എന്താണ്, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. ഇത് കൂടുമ്പോൾ വെലോസിറ്റി കുറയും, അതേ സമയത്ത് ഡിമാൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, ഡിമാൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കുറയുമ്പോൾ വെലോസിറ്റി കൂടുതലാവുകയും ചെയ്യും. Okay, I think it is clear. When we are studying the relationship between transaction demand for money and GDP, that is total income of the economy and price level, there is a positive relationship between these two. If GDP increases, GDP കൂടുതലാകുകയാണെന്നുണ്ടെങ്കിൽ transaction demand for money also increases, but total value of transaction is more than that of nominal GDP. Nominal GDP-ക്കാളും total transaction കൂടുതലായിരിക്കും. Since the transaction includes the transaction of intermediary goods also, then the equation can be written as MD is equal to KPY. That is, Y is the real GDP and P is the price level. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GDP കൂടുതലാകുന്ന സമയത്ത് ഏത് കൂടുതലാകുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും കൂടുതലാകും. GDP കൂടുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും കൂടുതലാകും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്,
that is more than that of nominal GDP. നോമിനൽ ജി ഡി പിയെക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുക. നോമിനൽ ജി ഡി പിയെക്കാളും കൂടുതലാകുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ദാറ്റ് ഈസ് റിയൽ ജി ഡി പി അല്ലേ? നമ്മൾ നോമിനൽ ജി ഡി പിയെക്കാളും കൂടുതലായിരിക്കും. സിൻസ് ദ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ ഓഫ് ഇൻ്റർമീഡിയറി ഗുഡ്സ് ഓൾസോ. എന്തുകൊണ്ടാണ് അവിടെ ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർമീഡിയറി ഗുഡ്സ് ഉള്ളത് കൊണ്ട്. ഇനി എന്താണ്? then the equation can be written as, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് transaction demand is depends upon KPY. KPY, that is Y is the real GDP. It is depends upon real GDP and price level. അപ്പോൾ ജി ഡി പിയും നമ്മളുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോറുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ റിയൽ ജി ഡി പി ആണ് കൺസിഡർ ചെയ്യുന്നത്. ജി ഡി പി കൂടുതലാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും കൂടുതലാകുന്നുണ്ട്. ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ടു. Okay, that's all for today. If you have any doubts, you can contact me. Thank you. Have a nice day.